السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. صدق الله مولانا العظيم. വേദിയിലെ പ്രഗത്ഭരായ ആലിമീങ്ങളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ആദർശ വിശദീകരണവും മുഖാമുഖം എന്ന നിലക്ക് ചോദ്യോത്തരമുണ്ടാകും എന്ന പ്രതീക്ഷ കൊണ്ട് നടത്തപ്പെട്ട ഈ പരിപാടിയും സാലിഹായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ വ്യക്തമായി, വളരെ മനോഹരമായിട്ടു തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അജയ്യത വിളിച്ചോതിക്കൊണ്ട് പുത്തൻവാദികളായ ആളുകളുടെ ആശയപാപ്പരത്വങ്ങളും ആശയവൈരുദ്ധ്യങ്ങളും ഏതു സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിൽ ബഹുമാന്യനായ മുസ്തഫ അഷ്റഫി ഉസ്താദ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നമുക്ക് സമയം ഇനിയും ധാരാളമുണ്ട്. തെറ്റിദ്ധരിച്ചുപോയ, അതല്ലെങ്കിൽ ഏതെങ്കിലും മൗലവിമാരുടെ പ്രഭാഷണങ്ങളോ മസ്തിഷ്ക പ്രക്ഷാളനങ്ങളോ കേട്ടിട്ട് കണ്ടിട്ട് അവരുടെ വലയത്തിൽ പെട്ടുപോയ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സംശയങ്ങളും, ഇനി സംശയമില്ല ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉറപ്പാണ് എന്നാണെങ്കിൽ അവരുടെ എല്ലാ വിമർശനങ്ങളും നന്നായി ചോദിച്ച് പഠിക്കാനും നന്നായി വിമർശിക്കാനുമുള്ള കസേരകളാണ് അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും തന്നെ ഈ സ്റ്റേജിൽ ഉള്ള ആളുകൾ ഇവിടെ ചോദിക്കാൻ വേണ്ടി വരുന്ന, അത് ഉദ്ദേശിക്കാൻ വല്ലവരുമുണ്ടെങ്കിൽ അവരെ ഈ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട്, ഇവിടെ ഇരിക്കുന്ന ആളുകളുണ്ട്, ഓഫ്ലൈനിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി തത്സമയം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ മധ്യത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള അപഹാസ്യമോ പരിഹാസ്യമോ വരാത്ത വിധത്തിൽ സ്നേഹബുദ്ധിയാണ് ഇവിടെ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷണം ഇതൊരു മാന്യമായ ക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിക്കാതെ വല്ല കവലകളിലോ മറ്റോ ഇരുന്നു കൊണ്ട് നന്നാമൂന്ന പറയുന്നതല്ല ധീരത എന്ന് പറയുന്നത്, അതല്ല മതബോധം എന്ന് പറയുന്നത്. വ്യക്തമായ രൂപത്തിൽ നിങ്ങൾക്ക് ഏത് വിഷയവുമാവാം. അള്ളാഹുവിന്റെ തൗഹീദ് എന്താണ്, എന്തല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ശിർക്ക് എന്താണ്, എന്തല്ല, എന്തുകൊണ്ടാണ് അബൂജഹലും ഉത്ബത്തും ശൈബത്തും വലീദുമൊക്കെ മുശ്രിക്കായി ചത്തത്, അതേസമയത്ത് എന്തുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരെല്ലാവരും ഏകദൈവ വിശ്വാസികളായി അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കാം. ആ ചോദ്യം, അതിന്റെ ഖുർആനിന്റെ മറുപടി, ആ ചോദ്യങ്ങൾക്കുള്ള ഹദീസിന്റെ മറുപടി, ആ ചോദ്യങ്ങൾക്കുള്ള ഇമാമീങ്ങളുടെ മറുപടി, അത് വ്യക്തമായി നമുക്ക് നൽകാൻ കഴിയും. നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ എത്തിച്ചു തന്ന നമ്മുടെ ഇമാമീങ്ങൾ, ആ ഇമാമികളൊന്നും ചില്ലറക്കാരല്ല, നമ്മളെ മാതിരിയല്ല. അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയവരായിരുന്നു, അള്ളാഹുവിന്റെ തൗഹീദിനെ അവർ ഉൾക്കൊണ്ടവരായിരുന്നു. എന്തുകൊണ്ടാണ് അബൂജഹലും ഉത്ബത്തുമൊക്കെ മുശ്രിക്കായി ചത്തുപോയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരായിരുന്നു. ഒരിക്കലും പ്രവാചകനോടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔലിയാക്കളോടോ
ശഫാഅത്ത് ചോദിച്ചതിന്റെ പേരിലാണ് അവർ മുശ്രിക്കായത് എന്ന് വഹാബികൾ നിരന്തരമായി ആളുകൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആനിന് വിരുദ്ധമാണ്. ഖുർആൻ പറഞ്ഞതെന്താണ്? അബൂജഹൽ മുശ്രിക്കാവാൻ കാരണം, ഉത്ബത്ത് മുശ്രിക്കാവാൻ കാരണം സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുകയാണ്, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. സഹായിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ അല്ലാഹുവിന് പുറമെ ദൈവങ്ങളെ ചാർത്തുകയാണ് അവർ ചെയ്തത്. അല്ലാഹുവിന് പുറമെ ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ദൈവങ്ങൾക്ക് മുമ്പിൽ അവർ വണങ്ങി, ആ ദൈവങ്ങൾക്ക് മുമ്പിൽ അവർ കൈകൂപ്പി, ആ ദൈവങ്ങളെ കണ്ടപ്പോൾ അവര് മടക്കി കുത്ത് അഴിച്ചിട്ടു, ബഹുമാനം നൽകി, ആ ദൈവങ്ങളുടെ മുമ്പിൽ ഭജനമിരുന്നു, ആ ദൈവങ്ങളോട് അവർ ഒരുപാട് നേർച്ച വഴിപാടുകൾ നടത്തി. അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവയ്ക്ക് മുമ്പിൽ അവർ നടത്തിയ കാട്ടിക്കൂട്ടലുകളെ സംബന്ധിച്ചാണ് അവയോട് അവർ നടത്തിയ ആരാധന എന്ന് പറയുന്നത്. അതല്ലാതെ മഹാന്മാരോട് ശഫാഅത്ത് ചോദിക്കലാണോ ആരാധന? ആണോ? شفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനിനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിൽ മനസ്സിലാക്കിയത് ആരാ? റസൂലിന്റെ സഹാബിമാരല്ലേ? ആ സഹാബത്തിൽപ്പെട്ട പ്രമുഖനായ ഒരു സഹാബി റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് നബിയോട് നേർക്കുനേരെ അപേക്ഷിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹല്ലാത്ത ദൈവമേ എന്നല്ല, മുഹമ്മദ് നബി അല്ലാഹല്ലാത്ത ദൈവമാണെന്നാണോ പറഞ്ഞത്? മുഹമ്മദ് നബി അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവമാണെന്നാണോ സഹാബത്ത് പറഞ്ഞത്? അല്ല, മുഹമ്മദ് നബി ഇലാഹല്ല, മുഹമ്മദ് നബി റബ്ബുമല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാബത്ത് വന്നുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ. നിങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദിന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ് അത് ചോദിച്ചത്. വിശദീകരിച്ചോ? അസ്അലുക, നബിയെ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അൻ തജ്അലനി, അങ്ങ് എന്നെ ആക്കണം, മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങ് ശുപാർശ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നബിയെ അങ്ങ് എന്നെ പെടുത്തണം നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് നേർക്കുനേരെ ശഫാഅത്ത് ചെയ്യാൻ, ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്താൻ നബിയോട് അപേക്ഷിക്കുകയാണ്. അതല്ലേ മങ്കൂസ് മൗലിദിലുമുള്ളത്, ശഫാഅത്ത ഹബിലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വാഹിലനാ ഇൻ ദാഅയാ സയ്യിദി ഖൈറൻ നബി. നബിയെ അങ്ങ് ശഫാഅത്ത് തരണേ, അങ്ങയുടെ ശുപാർശ ഞങ്ങൾക്ക് നൽകണേ. അന്ന് സ്വഹാബത്ത് റസൂലിനോട് അപേക്ഷിച്ച അതേ അപേക്ഷ ഇന്ന് മുഅ്മിനീങ്ങൾ റസൂലിനോട് അപേക്ഷിക്കുന്ന ആ അപേക്ഷ ഇന്ന് ചെയ്യുമ്പോൾ ശിർക്കും, അന്നാകുമ്പോൾ തൗഹീദും. ഇതെന്താ നൂറ്റാണ്ടിങ്ങനെ മാറി മറിയുമ്പോ തൗഹീദ് ശിർക്കാവുകയും ശിർക്ക് തൗഹീദാവുകയും ചെയ്യുകയാണോ? എന്തൊരു വൈരുദ്ധ്യമാണ്! ഇങ്ങനെ വൈരുദ്ധ്യം വിളമ്പുന്ന വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു മതമാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ഇസ്ലാമിന് വൈരുദ്ധ്യമില്ല. ഇസ്ലാം വൈരുദ്ധ്യത്തിന്റെ മതമല്ല. ഇസ്ലാമിൽ ഒരു വൈരുദ്ധ്യവുമില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ടല്ലേ നമ്മുടെ ഇമാമീങ്ങൾ, ആരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ആരാ ഇമാമുന ശാഫിഈ? ആരാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? ആരാ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകമാസകലം വിജ്ഞാനം നിറക്കുന്ന മഹാപണ്ഡിതൻ എന്ന് അള്ളാഹുവിന്റെ റസൂല് 150 കൊല്ലങ്ങൾക്ക് മുമ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത, പ്രശംസ ചൊരിഞ്ഞ ലോകത്തിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. എന്താ പറയുന്നത് അറിയോ? എന്താ പറയുന്നത്? എനിക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ
ഞാൻ ജിഅ്തു ഇലാ ഖബരി അബീ ഹനീഫത, ജിഅ്തു ഇലാ ഖബരി അബീ ഹനീഫ, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് ഞാൻ ചെല്ലും. എന്താ അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല? ഷാഫി ഇമാം ജനിച്ച അതേ കൊല്ലത്തിലാണല്ലോ അബൂ ഹനീഫ ഇമാം വഫാത്തായത്. അങ്ങനെയുള്ള അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് എനിക്കൊരു പ്രതിസന്ധി വന്നാൽ ഞാൻ ചെല്ലുകയും അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചതിനു ശേഷം അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് വഅതബറകു ബിഹി, അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് ഞാൻ ബറക്കത്ത് എടുക്കുകയും ചെയ്യും. ഫമാ തബ്ഉദു അന്നി ഹത്താ തുഖ്ദാ, അതിവിദൂരമല്ലാതെ തന്നെ എന്റെ ആവശ്യം എനിക്ക് കരഗതമാക്കപ്പെടുമെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഷാഫി ഇമാം മുശ്രിക്ക. അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് പ്രതിസന്ധി വേളയിൽ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ ചെന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് തന്റെ പ്രതിസന്ധി തീർക്കാൻ വേണ്ടി മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനം തെറ്റായിരുന്നോ? ആ പ്രവർത്തനം ശിർക്കായിരുന്നോ? അത് പ്രവർത്തിച്ച ഇമാം ഷാഫിഈ നരകത്തിലേക്കാണോ പോകുന്നത്? എന്തിനാണ് കൂട്ടരെ ഈ മുസ്ലിം ജനസഞ്ചയത്തെ നരകവാസികളാക്കുന്നത്? ഇങ്ങനെ നരകവാസികളാക്കി ആക്കി 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 ആ കോലത്തിൽ അങ്ങോട്ട് മരിച്ചു പോകാനാണോ ഈ സഹോദരന്മാർ ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. ആർക്ക്? അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കണ്ടുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. എന്താണ് ആ കത്തിലുണ്ടായിരുന്നത് എന്നല്ലേ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പറയുകയാണ്, പ്രിയപ്പെട്ട ഉസ്താദ്, ഓ അഹ്മദ്, അങ്ങേക്ക് വലിയ പരീക്ഷണം വരാനുണ്ട്. ആ പരീക്ഷണത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അങ്ങ് അടിയുറച്ചു നിൽക്കണം. എന്നാൽ അങ്ങേക്ക് സ്വർഗമാണ് അങ്ങേക്ക് വരാനുള്ളത് എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വപ്നത്തിൽ എന്നോട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ ദിവസവും സ്വപ്നം കാണാറുണ്ട്. ആരെ കാണാറുണ്ട്? റസൂലുള്ളാഹിനെ സ്വപ്നം കാണാറുണ്ട്. ആ കൂട്ടത്തിൽ കണ്ടൊരു സ്വപ്നമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വലിയ പരീക്ഷണം വരാനുണ്ടെന്നും ആ പരീക്ഷണത്തിൽ അഹ്ലുസുന്നയുടെ അഖീദക്കനുസരിച്ചുകൊണ്ട് നിലകൊള്ളണമെന്ന് വസിയ്യത്ത് ചെയ്യണമെന്നും അങ്ങനെ നിലകൊണ്ടാൽ സ്വർഗമാണ് ലഭിക്കുന്നതെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതെന്നുമുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നവാർത്ത കത്തുമുഖാന്തരം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കൊടുത്തയക്കുകയാണ്. അല്ലേ? ഈ സന്തോഷ വാർത്ത അറിയിച്ച ഉസ്താദിന്റെ അടുക്കലേക്ക് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം, കുപ്പായം ഒരു സമ്മാനമായി ഒരു കവറിലാക്കിക്കൊണ്ട് തിരിച്ചു കൊടുത്തയച്ചു. ഷാഫി ഇമാം ആ കുപ്പായം കണ്ടപ്പോ എന്താ പറഞ്ഞതെന്ന് അറിയോ? അവിടുത്തെ പ്രിയപ്പെട്ട മറ്റൊരു ശിഷ്യനായ റബീ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, റബീഅേ, ആ കുപ്പായം ഒരു ബക്കറ്റ് വെള്ളത്തിലിടണം. ആ സമയത്ത് റബീ ചോദിച്ചു, എന്തിനാ ബക്കറ്റ് വെള്ളത്തിൽ ഈ കുപ്പായമിടുന്നത്? ഇമാം അഹ്മദ് തങ്ങളുടെ സ്വർഗം കൊണ്ട് സന്മാർക്കപ്പെടാം അത് തങ്ങളുടെ ആ പ്രിയപ്പെട്ട കുപ്പായം, ആ കുപ്പായമിട്ട വെള്ളം അത് ശിർക്കാണോ? അസാധാരണമായ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണോ? അത് ശിർക്കാണെന്നല്ലേ കുന്നീദ് മൗലവി എഴുതിയത്? അത് ശിർക്കാണെന്നല്ലേ മറ്റുള്ള മൗലവിമാര് സകലരും എഴുതിയത്? ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഈ മുഅ്മിനീങ്ങളെ കാഫിറാക്കാൻ, ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നരകവാസികളെന്ന് മുദ്രകുത്താൻ ഇവരൊരുമ്പെട്ടത്? ഇത് ആരുടെ മാർഗമാണ്? ഇത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട ഖവാരിജിയാക്കളില്ലേ? ഖവാരിജിയാക്കൾ കേട്ടിട്ടില്ലേ? ഇന്ന് സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ദശരാഷ്ട്ര സഖ്യം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യമനിലുള്ള ഹൂസികളിലെ ഹൂസികൾ, അനുയായികളായ ഹൂസികൾ, മലയാളത്തിൽ ഹൂത്തികൾ എന്ന് പറയും. ഹൂസികൾ, ആ ഹൂസികൾ ആരാണ്? ഷിയാക്കളല്ലേ? കടുത്ത പുത്തൻവാദികളല്ലേ? കടുത്ത പുത്തൻ ചിന്താഗതിക്കാരല്ലേ? എന്നതുപോലെ അവരെക്കാൾ ഭയങ്കരന്മാരായിരുന്ന ഖവാരിജുകൾ, അതേ നയമാണ് നമ്മുടെ കേരളത്തിലുള്ള വഹാബികൾ. സകല ഗ്രൂപ്പുകൾ അതിൽ കണക്കാ. ജിന്നാളായാലും ശരി,
ഇൻസാന് ശരി. അതുകൊണ്ടല്ല ഇവിടെ 6 കസേര ഇട്ടത്. ജിന്ന് ഗ്രൂപ്പിനും ഇരിക്കാം, അതുപോലെ തന്നെ പിശാചിന്റെ മുജാഹിദിനും ഇരിക്കാം. പിന്നെ ഏതൊക്കെ മുജാഹിദുള്ളത്? ഏതൊക്കെ മുജാഹിദ? പിന്നെ പല സൈസ് ബാക്ടീരിയന്റെ മുജാഹിദ് ഉണ്ടല്ലോ. ബാക്ടീരിയന്റെ മുജാഹിദ് എന്നൊരു മുജാഹിദ് ഉണ്ട്. ഇതൊന്നും നമ്മൾ നുണ പറയല്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. തണ്ടാസിൽ കയറുമ്പോൾ എന്താ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് അല്ലേ? തണ്ടാസിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നല്ലേ? അപ്പൊ തണ്ടാസിന് ആൺപിശാചോ? അതൊക്കെ അന്ധവിശ്വാസം. അവിടെ പെൺപിശാചോ? അതൊക്കെ യുക്തിക്ക് യോജിക്കാത്ത അന്ധവിശ്വാസമാണ് എന്ന് പ്രചരിപ്പിച്ച മൗലവിമാരല്ലേ മുജാഹിദീങ്ങൾ? ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ പുസ്തകമാണ് ഈ പുസ്തകം, സുന്നത്തിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ. ഈ പുസ്തകത്തിന്റെ 44-ാമത്തെ പേജില് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസിന് അർത്ഥം പറഞ്ഞത് എന്താ അറിയോ? നല്ല രസമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, എല്ലാ ദുഷിച്ച വസ്തുക്കളിൽ നിന്നും. ആൺപിശാചി പെൺപിശാചി എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാകും എന്ന് മനസ്സിലാക്കിയ ഈ ഫുലാൻ മൗലവി അർത്ഥം വെച്ചത് എന്താണെന്നറിയോ? ബാക്ടീരിയ മൗലവി. അയാൾ ഇവിടെ അർത്ഥം വെച്ചത് അല്ലാഹുവേ, എല്ലാ ദുഷിച്ച വസ്തുക്കളിൽ നിന്നും ലിംഗവ്യത്യാസമില്ലാതെ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ദുഷിച്ച വസ്തുക്കളിൽ നിന്ന് ലിംഗത്തിന്റെ വ്യത്യാസമില്ലാതെ ഞാൻ രക്ഷ തേടുന്നു. ഇയാള് ബുഖാരിക്ക് ഷർഹെഴുതിയപ്പോ, ബുഖാരിക്ക് മലയാളത്തിൽ ഒരു ഷർഹെഴുതിയിട്ടുണ്ട് അയാൾ. അതിൽ അയാൾ പറഞ്ഞു ബാക്ടീരിയ എന്നാണ് ഇവിടെ അർത്ഥം. ഈ കോലത്തിലുള്ള പല ജാതി നമ്മൾ ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല. നേരത്തെ മുസ്തഫ അഷ്റഫ് ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വിഷയം പഠിച്ചിട്ടില്ല. 1921 മുതൽക്ക് 98 വരെ വിഷയം പഠിച്ചില്ല. പിന്നെ ഗൾഫിലൊക്കെ പോയപ്പോ കുറച്ചൊക്കെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോ ഓരോന്ന് പറയാൻ തുടങ്ങാം. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ പല ഭയങ്കരന്മാരായ ആളുകളുടെ ഖവാരിജിയാക്കളുടെ പിന്മുറക്കാരായ ഈ ഖവാരിജിയാക്കൾ അവരെന്താ ചെയ്തത് എന്നറിയുമോ? അവര് സ്വഹാബത്തിനെ കാഫിറാക്കി. ഒന്നാം ഖലീഫ കാഫിറാണ്, രണ്ടാം ഖലീഫ കാഫിറാണ്, സകല സ്വഹാബിമാരും കാഫിരീകളാണ്, അവരൊക്കെ നരകക്കാരാണ് എന്ന ജൽപ്പനവുമായിട്ട് പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പൊതുജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ എന്താ അവര് പറഞ്ഞത് എന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതാൻ തുടങ്ങി. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതാൻ തുടങ്ങിയിട്ട് ആ ആയത്തിൽ കാഫിരീങ്ങളെ ഖണ്ഡിക്കുവാൻ വേണ്ടി അവരുമായി മാത്രം ബന്ധപ്പെടുന്ന, അവരോട് മാത്രം യോജിക്കുന്ന ആ ആയത്തുകളെ മുസ്ലിമീങ്ങളെ പേരിൽ ചാർത്തിക്കെട്ടി. ഇന്തലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാർ. കാഫിരീങ്ങൾക്ക് മാത്രം ബാധകമായ ആയത്തുകളെ അവർ മുസ്ലിമീങ്ങളുടെ മേൽ ഓതിക്കൊണ്ട് മുസ്ലിമീങ്ങൾ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഇന്നത്തെ സകല സർവ്വ വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജിന്നാവട്ടെ, ഇൻസാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, എന്തുമാവട്ടെ, സകല മുജാഹിദുകളും ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം മാത്രം. ഒട്ടനേകം ഉദാഹരണങ്ങളൂടെ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ്. സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്ത്. സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിൽ എന്താ ഉള്ളത്? ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്താണ് ആയത്തിലുള്ളത്? മക്കത്തെ കാഫിരീങ്ങൾ, ഇന്ത്യ രാജ്യത്തിലുള്ള ഒട്ടുമിക്ക കാഫിരീങ്ങൾ അവരൊക്കെ തന്നെ എന്താ ചെയ്യുന്നത്? നിർജീവങ്ങളായ മനുഷ്യൻ കൊത്തിയുണ്ടാക്കിയതായ കല്ലുകളെയും ശിലകളെയും ദൈവങ്ങളായി ചാർത്തിക്കൊണ്ട് അവയ്ക്ക് മുമ്പിൽ നമിക്കുകയാണ്, അവയെ ആരാധിക്കുകയാണ്, അവയെ സേവിക്കുകയാണ്, അവയെ പൂജിക്കുകയാണ്. നിർജീവങ്ങളെ പൂജിക്കുന്ന ജീവനുള്ള മനുഷ്യൻ. എന്തൊരു നിരർത്ഥകമാണിത്! എന്തൊരു പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്, ബുദ്ധിശൂന്യതയാണ്. ആ ബുദ്ധിശൂന്യതയെ വിളംബരപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു തആല വ്യക്തമായി പറയുകയാണ്, ഇൻ തദ്ഉഹും, ആ ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ, ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ ആരാധനയെയോ നിങ്ങളുടെ വിളിയെയോ അവ കേൾക്കുന്നില്ല, അവ കേൾക്കൂല.
കാരണം ജീവല്ലാത്ത വസ്തുക്കളല്ലേ, നിർജീവങ്ങളല്ലേ. ഇനി വലൗ സമിഊ മസ്തജാബൂ ലക്കും, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല. മൂന്നാമതായിട്ട് അല്ലാഹ് പറയുകയാണ് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് നിങ്ങളുടെ ഈ ബിംബങ്ങളെ ദൈവങ്ങളാക്കുന്ന അന്ധവിശ്വാസത്തെ നാളെ ഈ ബിംബങ്ങള് തള്ളിപ്പറയും. വമാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അങ്ങേക്ക് വർത്തമാനങ്ങളൊക്കെ അറിയിച്ചു തരുന്നത് ഖബീറായ അല്ലാഹുവാണ്. അല്ലാഹുവിനെ പോലെ വേറൊരാളും ഇത് അറിയിച്ചു തരുന്നില്ല. അല്ലാഹ് പറയാ. ഇവിടെ ഈ ആയത്തിൽ എന്താ ഉള്ളത്? ഈ ആയത്തിൽ മരിച്ചുപോയ അല്ലാഹുവിന്റെ റസൂല് കേൾക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വഖുൽ യഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക, നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനം റസൂല് കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനം മുഅ്മിനീങ്ങളായ ആളുകൾ കാണുന്നുണ്ട്, ഈമാനിന്റെ പൂർണ്ണത വരിച്ച ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ അല്ലാഹ് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി, റസൂല് കാണുന്നുണ്ട്, മുഅ്മിനീങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വേങ്ങരയിലുള്ള ഇരിങ്ങല്ലൂർ നോർത്തിലുള്ള ആളുകളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സമ്മേളനത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനം റസൂല് കാണുന്നുണ്ടോ ഇല്ലയോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത്, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് വഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, റസൂലും കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ട് എന്ന് ഒരു മുസ്ലിം വിശ്വസിച്ചാൽ, അങ്ങനെ കരുതി പോന്നാൽ ഓ കാഫിറാണ് എന്ന് വഹാബികളും പറയും. ഇവിടെ എവിടെ നിൽക്കണം നമ്മൾ? നാം ഖുർആനിന്റെ പക്ഷത്ത് നിൽക്കണോ അതോ വഹാബികളുടെ പക്ഷത്ത് നിൽക്കണോ? ഖുർആനിന്റെ പക്ഷത്ത് നിന്നവനാണോ സ്വർഗവാസി, അതോ വഹാബിയുടെ പക്ഷത്ത് നിൽക്കുന്നവനാണോ സ്വർഗത്തിൽ കടക്കുക? ചിന്തിക്കേണ്ടതല്ലേ, നാം ആലോചിക്കേണ്ടതല്ലേ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ അവരുടെ തഫ്സീറുകൾ രേഖപ്പെടുത്തിയ വലിയൊരു ഹദീസുണ്ട്. എന്താണ് ആ ഹദീസ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണത്. തുഅറദു അലയ്യ അമാലക്കും ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമാണ്, വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഉത്തമമാണ്. തുഅറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഞാൻ മരിച്ചു പോയാലും നിങ്ങൾക്ക് ഖൈറ് തന്നെയാ. എങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഖൈറാകുക? ഒരാളെ കൊണ്ടൊരു ഉപകാരം കിട്ടുമ്പോഴല്ലേ ഖൈറുണ്ടാകുക, അല്ലേ? ഒരു ഉപകാരം, ഈ മൈക്ക നമുക്ക് ഖൈറാണ്. എന്തുകൊണ്ട്? മൈക്ക സെറ്റ് സംവിധാനം ചെയ്ത നമ്മുടെ ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ മൈക്ക സംവിധാനം ചെയ്യുന്നതുകൊണ്ടല്ലേ അത് ഖൈറായത്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു ഖൈർ, ഒരു നന്മ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം ഖൈറായത്. എന്നതുപോലെ അല്ലാഹുവിന്റെ റസൂല് ജീവിതകാലത്ത് ഖൈറാണ്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തിന് ശേഷം ഖൈറാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടുന്നുണ്ട് എന്നാ. ആ ഉപകാരം എങ്ങനെയാണ് ആ ഉപകാരം? അതൊരു ചോദ്യ. ആ ചോദ്യത്തിന് ഇസ്തിനാഫ് ബയാനി എന്നല്ലേ അതിന് ഗ്രാമറിന്റെ ഭാഷയിൽ പറയുക. ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ് തുഅറദു അലയ്യ അമാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളെല്ലാം തന്നെ എനിക്ക് കാണിക്കപ്പെടും. എന്നിട്ടോ ആ അമലുകൾ ഫഇൻകാനത്ത് ഖൈറാ, അവ ഉത്തമമായ നല്ല സൽക്കർമ്മങ്ങളാണോ ഹമിത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കും. എന്നാൽ വഇൻകാന ഗൈറ ദാലിക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശർറായ പ്രവർത്തനങ്ങളാണെങ്കിലോ ചീത്ത കാര്യങ്ങളാണെങ്കിലോ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും ഔ കമാ ഖാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നതാണ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ട് ഖൈറില്ലേ? റസൂലുള്ള വഫാത്തിന് ശേഷം നമുക്കൊന്നും ചെയ്തു തരുന്നില്ല എന്നാ മരിച്ചവരുടെ ലോകത്തെക്കുറിച്ചുള്ള ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സൂറത്തു ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് മുശ്രിക്കുകളുടെ നിർജീവങ്ങളായ ബിംബങ്ങളെ പറ്റി പറഞ്ഞതാണ്. അവിടെ കേൾക്കൂല, ഉത്തരം ചെയ്യൂല എന്നുള്ളത് മഹാന്മാർക്ക് ബാധകമല്ല, അത് മനുഷ്യന് ബാധകമല്ല.
അത് മലായിക്കത്തിന് ബാധകമല്ല, അത് ജിന്നുവർഗത്തിന് ബാധകമല്ല, അത് ബിംബങ്ങളാദി നിർജീവങ്ങൾക്ക് ബാധകമായ ആയത്താണെന്ന് സകല മുഫസ്സിരീകളും രേഖപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആയത്തല്ലേ ഇവർ ഓതാറുള്ളത്? ആ ആയത്ത് ഓതിക്കൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ കാഫിറാക്കാറുള്ളത്? എന്തൊരു ഗൗരവപ്പെട്ട ഏർപ്പാടാണ്, എന്തൊരു മോശമായ ഏർപ്പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ഇമാമുകൾ വരച്ചു കാണിച്ച ആ വഴി, മറ്റൊരു ഇമാമിനെ, ഇമാം ഷാഫിക്ക് പുറമെ ഞാൻ പറഞ്ഞല്ലോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബ് സുഹദ്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ വ്യക്തമായ സ്വഹാബത്തിന്റെ ഒരു സംഭവം ഇങ്ങനെ ഉദ്ധരിക്കുക. എന്താണ് ആ ഉദ്ധരണി എന്നറിയോ? എന്താ? ബഹുമാനപ്പെട്ട തൗഊസ് എന്ന താബിഈ പണ്ഡിതൻ പറയുകയാണ്, അനേകം സ്വഹാബിമാരെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ തൗഊസ് എന്ന താബിഈ പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അത അയ്യാം ഫകാനൂ യസ്തഹിബ്ബൂന ലിതുആമ അൻഹും തിൽക്കൽ അയ്യാം. ഒരാൾ മരിച്ചാ മണ്ണായി നയിച്ചങ്ങളെ വിചാരം എന്നല്ല. മരണപ്പെട്ടവർ 7 ദിവസം അവർക്ക് പലജാതി പരീക്ഷണങ്ങളും വരാനുണ്ട്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 40 ദിവസം. അതുകൊണ്ട് സഹാബിമാർ ആ ദിവസത്തിൽ മരിച്ചവരുടെ പരലോക ഗുണത്തിന് വേണ്ടി അന്നദാനം നടത്താൻ അവർ അഭിലഷിക്കുമായിരുന്നു. ഇതല്ലേ നമ്മൾ നാട്ടിലും ചെയ്യുന്നത്? ഇതിനെന്താ കുഴപ്പമുള്ളത്? അങ്ങനെ അന്നദാനം മരിച്ചവർക്ക് വേണ്ടി നടത്തിയാൽ ഓം നരകത്തിലാണ്, പുത്തംവാദിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് അംഗീകരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി, സഹാബിമാർ റസൂലുള്ളാഹിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. അങ്ങനെ മയ്യത്ത് കട്ടിലിൽ വെച്ചപ്പോൾ സഹാബത്തിൽ നിന്ന് ഒരാളതാ നബിക്ക് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് ബാക്കിയുള്ള സഹാബിമാർ യഖൂലുന്നാസ് ആമീൻ ആമീൻ, മറ്റുള്ള ജനങ്ങളെല്ലാം ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാറില്ലേ? നമ്മുടെ നാട്ടിൽ ഒരാളെ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നേരെ വീട്ടിൽ നിന്ന് മയ്യത്ത് കട്ടിലിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എല്ലാ ജനങ്ങളും വട്ടമള നിന്നുകൊണ്ട് ഒരാൾ ദുആ ചെയ്യുന്നു, ബാക്കിയുള്ളവർ യഖൂലുന്നാസു ആമീൻ ആമീൻ. സഹാബത്തിന്റെ അതേ പ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ ആ സമയത്ത് ചിലപ്പോ നമ്മുടെ അയൽവാസികളായ അമുസ്ലിമീങ്ങൾ കൗതുകത്തോടുകൂടി മുസ്ലിമീങ്ങളുടെ ഈ ആചാരം, മരിച്ചുപോയവരോടുള്ള മുസ്ലിമീങ്ങളുടെ ഈ ബഹുമാനം കൗതുകത്തോടുകൂടി നിരീക്ഷിക്കുമ്പോൾ, മാറി നിന്നുകൊണ്ട് ആദരവ് കാണിക്കുമ്പോൾ, പുച്ഛഭാവത്തോടുകൂടി തെറിച്ചു നിൽക്കുന്ന 1-2 വഹാബി ആളുകളെ കാണുമ്പോഴുള്ള സങ്കടം അനുഭവപ്പെടാറില്ലേ സഹോദരങ്ങളെ? എന്താ അവർ ചെയ്യുന്നത്? ചില ആൾക്കാർ കാണാ മുന്നിട്ടതിങ്ങനെ താങ്ങിപ്പൊടിക്കും, വേറെ ചില ആൾക്കാർ കാണാ പിന്നിലിങ്ങനെ പൊത്തിപ്പിടിച്ചു നിൽക്കും. എന്താ അവർക്ക് പറ്റിയത്? മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് തെറിച്ചുപോയ ഈ ആളുകൾക്ക് എന്തുപറ്റി? ഇത് മോശമല്ലേ? ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഒരാളെ മയ്യത്തിനെ മറമാടിക്കഴിഞ്ഞാൽ, മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടും തട്ടിയിട്ട് പോരണമെന്നാണോ ഇസ്ലാമിന്റെ നിയമം? മൂടുകല്ല് വെച്ചാ പിന്നെ മൂടും തട്ടണം എന്നാ. നാളെ ഞങ്ങളവിടെ ഒരാൾ മരിച്ചു, അങ്ങനെ മരിച്ചിട്ട് മയ്യത്തൊക്കെ മറമാടി മൂടുകല്ലൊക്കെ വെച്ചു. മീസാങ്കല്ല്, മൂടുകല്ലോ, മൂടുകല്ലും വെച്ചിട്ട് അതിന്റെ അപ്പുറത്തുള്ളതാണ് മീസാങ്കല്ല്. ഒരു ചാട് ഉയർത്തിയിട്ട് പിന്നെ മീസാങ്കല്ല് കുത്തൂലേ, ആ മീസാങ്കല്ലൊക്കെ വെച്ച്. അപ്പൊ പിന്നെ ഉസ്താദ് വന്നിട്ട് അൽ ഫാത്തിഹ, ഉസ്താദ് വന്നിട്ട് ആദ്യം തെൽക്കീൻ ചൊല്ലി കൊടുക്കുകയാണ്, പിന്നെ ഫാത്തിഹ ഓതുകയാണ്, പിന്നെ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചോദിക്കുകയാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇവന്റെ പിന്നെ ഈ മരിച്ച ആളെ മകനുണ്ട്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ലൈവായിട്ട് കണ്ട വിഷയം പറയാൻ നോണ പറയല്ല. എന്റെ 2 കണ്ടുകൊണ്ട് ലൈവായിട്ട് കണ്ട ഒരു വിഷയം ഞാൻ പറയാണ്. അപ്പൊ ഇയാൾക്കൊരു ഫോണാണ് വന്നു പെട്ടെന്ന്. ഹലോ 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 എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക. ഇങ്ങനെ മീസാങ്കല്ല് വെച്ച് കഴിഞ്ഞാൽ മൂടും തട്ടി പോകണമെന്നാണോ ഇസ്ലാമിന്റെ നിയമം? അല്ല.
അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിലൂടെ ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മരിച്ചു മറമാടിക്കഴിഞ്ഞാൽ മയ്യിത്തിന് വേണ്ടി നീ പറഞ്ഞു കൊടുത്തോ, യാ അബ്ദല്ലാഹി ബിന അമത്തില്ലാ ഉദ്കുരിൽ അഹദല്ലദി ഖറജത അലൈഹി മിനദ് ദുനിയാ ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിങ്ങനെ നീ തൽഖീൻ ചൊല്ലി കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചത് അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന സ്വഹാബിയിലൂടെ റിപ്പോർട്ട് ചെയ്ത സംഭവം ഇമാം തബറാനി ഉദ്ധരിക്കുമ്പോൾ എന്തിന് പിന്നെ മൂടുനട്ടി പോകണം? അത് കഴിഞ്ഞാൽ പിന്നെ തസ്ബീത്ത് ചെയ്യണ്ടേ? മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിനദ് ദഫൻ, അല്ലാഹുവിന്റെ റസൂൽ മറമാടലിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പറയും, എന്തു പറയും? ഇസ്അലൂ ലഹു തസ്ബീത്ത്, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസ്അലൂ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അലൂ. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക, തസ്ബീത്ത് ചോദിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തുകൾ ഓതിയിട്ട് ആ സൂറത്തിനെ മയ്യത്തിന്റെ സാന്നിധ്യത്തിൽ ആ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടി ഖുർആൻ ഓതുകയാണ്. ആ ഓതിയ ഖുർആനിന്റെ സവാബിനെ മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുകയാണ്. എന്നിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആർക്കുന്നത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത് ولقنه الحجة وارفع درجته في الصالحين. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ സ്ഥൈര്യം നൽകണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനം കൊണ്ട് നീ സ്ഥിരത നൽകണേ. ഈ മയ്യത്തിന് നീ പദവി ഉയർത്തി കൊടുക്കണമേ. ഈ മയ്യത്തിന് ലക്ഷ്യങ്ങൾ നീ കാണിച്ചു കൊടുക്കണമേ എന്നിങ്ങനെ ഒരാൾ ദുആ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുന്ന തസ്ബീത്തില്ലേ, ആ തസ്ബീത്ത് ചെയ്യുമ്പോൾ എന്താ ഈ വഹാബികൾ ഓടിപ്പോകുന്നത്? എന്തിനാണ് ഈ ഖൈറിൽ നിന്ന് ഓടിപ്പോകുന്നത്? എന്തിനാണ് ഈ അഹ്ലുസുന്നയുടെ പരിശുദ്ധ ദീനിന്റെ ഉത്തമമായ ഈ മാതൃകയിൽ നിന്ന് എന്തിനാ ഓടിപ്പോകുന്നത്? ചിന്തിക്കേണ്ടതല്ലേ? ഞാൻ നിർത്തുകയാണ്, വിശദീകരണം വർദ്ധിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരത്തിനിതാ തുറന്നിട്ട ജാലകമായി നമ്മളിവിടെ തുറന്ന അവസരം നൽകിയപ്പോൾ അവർക്ക് വരാനില്ല. പണ്ഡിത ചർച്ച എന്ന് പറഞ്ഞിട്ട് പണ്ഡിത ചർച്ചയ്ക്ക് ഒരു പുതിയ നിർവചനം ഏതായാലും വേങ്ങരക്കാർ സംഭാവന ചെയ്തു. നമ്മൾ ഡിക്ഷണറിയിൽ ചേർക്കണം. ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് പുതിയൊരു ഡിക്ഷണറിയിൽ പണ്ഡിത ചർച്ച സമം സാധാരണക്കാരുടെ മുമ്പിൽ രണ്ട് സ്റ്റേജ് എത്തിയിട്ട് രണ്ട് മൗല്യമാരും മൗലവിപ്പുറത്തും ഒരു മുസ്ലിയാർ അപ്പുറത്തും നിന്നിട്ട് സംശയ നിവാരണം നടത്തലാണ് പണ്ഡിത ചർച്ച. പുതിയൊരു നിർവചനം തന്നെ ഉണ്ട്. അല്ലെങ്കിലും നിർവചനങ്ങളൊക്കെ വരുന്നത് പുതിയതാണല്ലോ, ഭയങ്കര രസമാണ്. ഇവരുടെ നിർവചനങ്ങളെല്ലാം പുതിയതാണ്. അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു നിർവചനം, ഇത് ജിന്നു വിവാദം വസ്തുത എന്ത് എന്ന് പറഞ്ഞ പുസ്തക, മുജാഹിദിന്റെ പുസ്തക. ഈ പുസ്തകത്തിന് 32-ാമത്തെ പേജിൽ ഇവര് പറയുന്നുണ്ട്, വലിയൊരു സത്യം പറയുന്നുണ്ട്. ഇവര് സാധാരണ പറയും, അഭൗതികമായ മാർഗത്തിലൂടെ, അസാധാരണമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ് ശിർക്ക് എന്ന് പറയാറുണ്ട്. അവരുടെ നിർവചനം അതാ. ഈ നിർവചനം, ഈ വിശദീകരണം, നിങ്ങളുടെ കുന്നീത് മൗലവി പറഞ്ഞ ഈ നിർവചനം, KP മുഹമ്മദ് ബിൻ അഹമ്മദിന്റെ ഈ നിർവചനം, അതുപോലെ K അബ്ദുൽ ഖാദർ മൗലവിയുടെ ഈ നിർവചനം, സകലമാന വഹാബികളുടെയും ഈ നിർവചനം ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ലോക ഇമാമീങ്ങളുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിലെ ഏതെങ്കിലും പേജിലെ ഏതെങ്കിലും വരിയിൽ ഉണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി നിങ്ങൾക്കത് ഉറക്കത്തിൽ നിന്ന് കിട്ടിയതാണോ ഉണർവിൽ നിന്ന് കിട്ടിയതാണോ? പല ചോദ്യങ്ങൾ നമുക്കുണ്ട്. അതവർക്ക് സ്വന്തമായി അവർ ആവിഷ്കരിച്ചതാണ്. നോക്കൂ, ഇതിൽ പറയാം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ടത്. ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല.
നാം ആവിഷ്കരിച്ചെടുത്തൊരു വിശദീകരണം മാത്രമാണത്. എന്താ പറഞ്ഞത്? ഇവിടുത്തെ വഹാബികളുടെ സകല വഹാബികളുടെയും മൗദൂദികളുടെയും തബ്ലീഗുകാരന്റെയും ഈ വിശദീകരണം ഖുർആനിലില്ല, ഈ വിശദീകരണം ഹദീസിലില്ല. പിന്നെ അതെങ്ങനെ ഉണ്ടായതാണ്? അവരുണ്ടാക്കിയ വിശദീകരണമാണെന്ന് അവര് തന്നെതായി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജിന്നി വിവാദം വസ്തുത എന്ത് എന്ന ഈ പുസ്തകത്തിന്റെ 32ാമത്തെ പേജിൽ അവരാണ് എഴുതി വെച്ചത്. അപ്പൊ എല്ലാം അവരുടെ വിശദീകരണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ഘട്ടമെത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട പുത്രനായ അബ്ദുള്ള എന്നവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ആരാണ് അംർ ഇബ്നുൽ ആസ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ റസൂലിനെ നേർക്കുനേരെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്തിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച മഹാനായ സ്വഹാബി. ആ സ്വഹാബി പറയുകയാണ്, ഫൈദാ അനമിത്തു, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഖീമൂ ഹൗല ഖബരി ഫൈദാ ദഫൻതുമൂനി എന്ന് നിങ്ങൾ മറമാടിക്കഴിഞ്ഞാൽ അഖീമൂ ഹൗല ഖബരി, എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ കുറച്ച് സമയം നിൽക്കണേ. എത്ര സമയമാ നിൽക്കേണ്ടത്? ഖദറമാ യുൻഹറുൽ ജസൂറു വയുഖ്സമു ലഹ്മുഹാ, ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്ന സമയം എത്രമാകുമോ അത്രയും സമയം എന്റെ ഖബറിന്റെ ചുറ്റിലും നിങ്ങൾ നിൽക്കണേ. എന്തിനാ നിങ്ങൾ നിൽക്കുന്നത്? പോയത്തക്കാരാവാൻ വേണ്ടിയല്ല, പൊട്ടന്മാരാവാൻ വേണ്ടിയല്ല. പിന്നെന്തിനാണെന്നറിയുമോ? ഹത്താ അസ്തഇനിസ ബിക്കും, ഖബറിന്റെ ഇരുളിൽ കഴിഞ്ഞുകൂടുന്ന എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ആശ്വാസമുണ്ടാവാൻ വേണ്ടിയും വഅൻദുറ മാദാ ഉറാജിഉ റസൂല റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതന്മാരായ മുൻകർ നക്കീർ അലൈഹിമസ്സലാം എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോടെന്ത് പ്രതികരിക്കണമെന്ന് ആലോചിക്കുവാൻ വേണ്ടിയും നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റിലും നിൽക്കണേ. എന്റെ ഖബറിന്റെ ചുറ്റിലും ഒരു ഒട്ടകത്തെ അറുത്തുകൊണ്ട് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ, അതിന്റെ മാംസം കഷ്ണിച്ചുകൊണ്ട് അതിന്റെ മാംസം എല്ലിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം അതിനെ കഷ്ണമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ എത്ര സമയം പിടിക്കുമോ അത്രയും സമയം നിങ്ങൾ എന്റെ ഖബറിന്റെ ചുറ്റിലും നിൽക്കണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആശ്വാസമാകുമല്ലോ. മുൻകർ നക്കീർ അലൈഹിമസ്സലാം ചോദിക്കാൻ വരുമ്പോൾ എന്തു പ്രതികരിക്കണമെന്ന് എനിക്ക് ആലോചിക്കാൻ കഴിയുമല്ലോ എന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളോട് അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറയുകയാ. ഞാൻ ചോദിക്കട്ടെ, ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ചുറ്റിലും നിൽക്കുന്ന ആളുകളെ കണ്ട് എങ്ങനെ ആശ്വസിക്കും? ഒരു വഹാബിക്ക് അത് അംഗീകരിക്കാൻ കഴിയോ? അത് അന്ധവിശ്വാസമാണെന്നല്ലേ അവൻ പറയുന്നത്? അത് യുക്തിവിചാരത്തിന് വിരുദ്ധമാണെന്നല്ലേ അവന്റെ വാദം? ഇതൊരു മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ ഒന്നുകൂടി പറയട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ തന്നെയുള്ള മറ്റൊരു ഹദീസ്. ഒരു സ്വഹാബി വഫാത്തിന്റെ ഘട്ടമെടുത്തപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ പൊട്ടി കരയുകയാണ്. ആ കരഞ്ഞ സമയത്ത് ആ സ്വഹാബി പറയുകയാണ്, നീ കരയണ്ട മോനെ, ഞാൻ മരിച്ചുപോയാലും എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് ഉപകാരം ചെയ്തു തരാം. എന്നെ ശഫീആക്കപ്പെടുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ശുപാർശ ചെയ്യും. അപ്പൊ മരിച്ചുപോയ ആള് ജീവിച്ചിരിക്കുന്ന ആൾക്ക് സഹായം ചെയ്യും, ശുപാർശ ചെയ്യുന്ന സ്വഹാബി ശിഷ്യനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. മരിച്ചാൽ ആ ശിർക്ക് വരിക? ശിർക്കും മരണവും തമ്മിൽ എന്ത് ബന്ധാ കൂട്ടരെ? ശിർക്കും മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ എന്തിനാണ് ഈ മരിച്ചുപോയ മഹാന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൗഹീദിന്റെ കാര്യമാവട്ടെ, ശിർക്കിന്റെ വിഷയമാവട്ടെ, സുന്നത്തിന്റെ കാര്യമാവട്ടെ, ബിദ്അത്തിന്റെ കാര്യമാവട്ടെ, നബിദിനാഘോഷമാവട്ടെ, തറാവീഹാവട്ടെ, ഖുനൂത്താവട്ടെ, കൂട്ടുപ്രാർത്ഥനയാവട്ടെ, നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാവട്ടെ, എന്താണെങ്കിലും ഇവിടെ നിന്ന് ചോദിക്കാറ്. അപ്പൊ നല്ലൊരു ചോദ്യം ചോദിക്കാം. ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ, ആ ചോദ്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ 52ാമത്തെ വയസ്സിന്റെ അന്ത്യത്തിൽ, അവസാനത്തിൽ
ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാവിൽ 5 നേരത്തെ നിസ്കാരവുമായി ഭൂമിയിലേക്ക് വന്നതിനു ശേഷം 63 വയസ്സുവരേക്കുമുള്ള നീണ്ട 10-11 കൊല്ലക്കാലം 5 നേരം നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചു. ആ ഏതെങ്കിലും ഒരു നിസ്കാരത്തിനു ശേഷം റസൂലുള്ളാഹ് ദുആർന്ന് സഹാബത്ത് ആമീൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ചോദ്യം. എന്താ ചോദ്യം എന്ന് ചോദിച്ചുകൂടെ? കസേര അല്ലല്ലോ ഇനി നടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇമാമ് നിസ്കരിച്ച് സലാം വീട്ടിയ നീച്ച് മണ്ടാണ് വേണ്ടത്. ആ ഫത്തുൽ മീൻ പറഞ്ഞത് എന്താ നിങ്ങൾ അമല് ചെയ്യാത്തത്? ചോദിക്കാം. ഫത്തുൽ മീൻ വ്യക്തമായിട്ടാണ് കാണിച്ചത്. നമ്മളൊക്കെ നാട്ടിൽ മുജാഹിദീങ്ങൾ നിസ്കാരത്തിന് ശേഷം കൈ ദ്വാരക്ക ആദ്യം തീരെ ദ്വാരണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ ചില മാറ്റങ്ങൾ വന്ന കൂട്ടത്തിൽ ഇപ്പൊ ചിലരൊക്കെ ദ്വാരക്കുന്നുണ്ട്. ഒറ്റക്ക് ഇങ്ങനെ എന്ന് പറയുന്ന ദ്വാരക്കലുണ്ട്. കബിലീകരും അങ്ങനെ തന്നെ. അവര് ദ്വാരക്കുന്ന സമയത്ത് കൈ രണ്ടും ഇങ്ങനെ ഉയർത്താറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ചെറുപ്പക്കാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുജാഹിദീങ്ങൾ ദ്വാരക്കുമ്പോ കൈ ഉയർത്താറുണ്ടോ? നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കൈബന്ധിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾ ചോദിക്കാത്തത്? അപ്പൊ ഇങ്ങോട്ടൊരു ചോദ്യം വരുമ്പോ 10 ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി. അവിടെ നാവടടി. ഇരുവേറ്റിയിൽ ഇവർ വന്ന് പ്രസംഗിച്ചു. ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് ഡബിൾ ചോദ്യം കൊണ്ട് അങ്ങോട്ട് നേരിട്ടു. പരിപാടിയാണ് നിർത്തിവെച്ചവര്. അപ്പൊ ഇങ്ങോട്ടുള്ള ചോദ്യത്തിന് ഡബിൾ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മതി. രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ പറയാം. നിസ്കാരത്തിന് ശേഷം ദുആർക്കുമ്പോ കിബിലക്ക് മുന്നിടാണോ വേണ്ടത്, അതോ കേക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണോ വേണ്ടത്? ഇമാമല്ല മൗമൂമിങ്ങൾ എല്ലാവരും പറയും, സുന്നിയും പറയും കിബിലക്ക് മുന്നിടലാണ് നല്ലത്, മുജാഹിദും പറയും അതന്നെ നല്ലത്, ജമാഅത്തേരനും പറയും അങ്ങനെ തന്നെ നല്ലത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിബിലക്ക് മുന്നിട്ടതായിട്ട് ദ്വാർന്നപ്പോ കിബിലക്ക് മുന്നിട്ട് ദ്വാർന്നു എവിടെയുള്ളത്? അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അത് മറ്റു നിലക്ക് തെളിയിക്കപ്പെട്ടതാണ്. ആ മറ്റു നിലക്ക് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തേക്കും അത് ബാധകമാണ്. ഉദാഹരണം, ദുആർക്കുമ്പോൾ കൈ ഉയർത്തണം, അത് തെളിഞ്ഞ വിഷയമാണ്. ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തണം. ഇനി ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ അത്തഹിയ്യാത്തിൽ ദുആർക്കുമ്പോൾ കൈ ഉയർത്തണ്ട. എന്തുകൊണ്ട്? അവിടെ കൈയിന് പ്രത്യേക പൊസിഷൻ ഉണ്ട്. കൈ രണ്ടും മുട്ടുമേൽ വെക്കണം, അത് സുന്നത്താണ്. അപ്പൊ അവനെ കൈ ഉയർത്തണ്ട. എഴുത്തുദാലിൽ കുനൂത്ത് ഓതുമ്പോൾ കൈ ഉയർത്തണം. എന്തുകൊണ്ട്? എഴുത്തുദാലിൽ കൈയിന് പ്രത്യേകിച്ചിട്ടുള്ള ഡ്യൂട്ടിയില്ല, അപ്പൊ കൈ ഉയർത്തണം. അപ്പോൾ പ്രത്യേകിച്ച് കൈകൾക്ക് പ്രത്യേക വമീഫ ഇല്ലാത്ത സന്ദർഭത്തിലെല്ലാം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തണം എന്ന് അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ശേഷം ദുആർക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ടോ? ഉണ്ട്. എന്നാ അത് നബി ചെയ്തിട്ടുണ്ടോ? നബി ചെയ്തോ ഇല്ലേ എന്നുള്ളത് കണ്ടിട്ടില്ലെങ്കിലും സംഗതി ഉയർത്തണം. കാരണം അല്ലാഹുവിന്റെ റസൂല് ദുആർക്കുമ്പോൾ കൈ ഉയർത്തണം എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞു. ഏതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറയാം. ഒരു സഹാബി പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കണം. ഒരു സഹാബി പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആ സഹാബിനെ വിളിക്കുകയാണ്. പക്ഷേ നിസ്കാരത്തിൽ വിളി കേൾക്കാൻ ആ സഹാബി കൂട്ടാക്കിയില്ല. റസൂല് പിന്നെയും വിളിച്ചു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും വിളിച്ചു. ആ സഹാബി മറുപടി കൊടുത്തില്ല. അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയെ വിളിക്കുകയാണ്. എന്തേ ഞാൻ വിളിച്ചിട്ട് നീ ഉത്തരം ചെയ്യാതിരുന്നത്? അപ്പൊ ആ സഹാബി പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നീ കേട്ടിട്ടില്ലേ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അള്ളയും റസൂലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി കൊടുക്കണം, നിങ്ങൾ ഉത്തരം ചെയ്യണം എന്ന് ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? അത് നീ കേട്ടിട്ടില്ലേ? അപ്പൊ ആ സഹാബി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നീ നിസ്കാരത്തിൽ എന്റെ വിളിക്ക് നീ ഉത്തരം ചെയ്തില്ല? അപ്പൊ ഖുർആൻ എന്തേ പറഞ്ഞോളൂ? അള്ളയും റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരത്തിൽ എന്ത് അത് ആയത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അള്ളയും റസൂലും വിളിച്ചാൽ ഉത്തരം ചെയ്യണം എന്നുള്ള ആ വാക്ക് എല്ലാ സന്ദർഭത്തേക്കും അത് ബാധകമാണ്.
അതിൽ നിസ്കാരം പെട്ടു, നിസ്കാരത്തിന്റെ മുമ്പ് പെട്ടു, നിസ്കാരത്തിന്റെ ശേഷം പെട്ടു. എല്ലാ സന്ദർഭത്തിലും അള്ളാഹ് വിളിച്ചാൽ മറുപടി കൊടുക്കണം, റസൂല് വിളിച്ചാൽ മറുപടി ചെയ്യണം. ഇനി നിസ്കാരത്തിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞോളന്നില്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു സംഘമാളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയ ഒരു സംഘമാളുകളിൽ ഒരാൾ ദുആർന്നു, ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ അള്ളാഹു അവരുടെ ദുആക്ക് പ്രത്യേകമായ ഉത്തരം ചെയ്യും എന്ന് സഹീഹായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാം. അത് എല്ലാ സ്ഥലത്തും ബാധക, സ്റ്റേജുമക്കും ബാധകമാണ്, സദസ്സിലേക്കും ബാധകമാണ്, നിസ്കാരത്തിന്റെ ശേഷവും ബാധകമാണ്, എല്ലാ സന്ദർഭത്തേക്കും അത് ബാധകമാണ്. അത് മതി തെളിവ്. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും റസൂല് ചെയ്തോ എന്ന് ചോദിച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകൾ ദീനിനെ കുറിച്ചറിയാത്തവരാണ്, ദീനിന്റെ നിയമങ്ങളെ കുറിച്ചറിയാത്തവരാണ്. ദീനിന്റെ നിയമങ്ങളെ ഏതു പ്രമാണത്തിൽ നിന്ന് സ്വീകരിക്കണമെന്നതിനെ കുറിച്ചുള്ള അറിവില്ലാത്തതാണ് ഇവർക്കൊക്കെ സംഭവിച്ച കുഴപ്പം. ആ കുഴപ്പത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് സന്മാർഗം കാണിക്കുവാനുമുള്ള സുന്ദരമായ അസുലഭമായ ഒരു അവസരം, ആ അവസരമാണ് നമ്മൾ തുറന്നിട്ടത്. ഇവിടെ വരാത്തത് നമ്മുടെ കുഴപ്പമല്ല. നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. നാം നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ, ഇവിടുത്തെ ഉമറാക്കളുടെ നേതൃത്വത്തിൽ, ഉലമാക്കളുടെ സാന്നിധ്യത്തിൽ നാം നിർവഹിക്കുകയുണ്ടായി. ഇനി ആ അവസരം വിനിയോഗിക്കാത്തതിന്റെ അതിന്റെ കുഴപ്പവും അതിന്റെ ഭവിഷ്യത്തും ബന്ധപ്പെട്ട ആളുകൾ മനസ്സ് തുറന്ന് ചിന്തിക്കുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംശയമുള്ള ആള് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മരിച്ചുപോയവർക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ നിരാവസ്ഥാതകളെ ശ്രമിക്കും. ഫാത്തിഹ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാൻ റഹീമായ അൽമലിക്കുൽ മലൂക്കായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ സൂറത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ കുമിശ്രസ്വാബ് ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ പരിശുദ്ധമായ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടു കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താന ശിഷ്യന്മാർ, ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ സംരംഭത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിച്ചവർ, അല്ലാഹുവേ, സന്ദേശം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള ഇസ്ലാമിക് ക്ലാസ്റൂമുകളുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർ, അല്ലാഹുവേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ ഞങ്ങളിലേക്ക് നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ജോലികളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുവേ സംരംഭം നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ കച്ചവടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാ. അറിയാതെ തെറ്റിദ്ധരിച്ചു പോയവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. അവർ ഹിദായത്താക്കണേ അല്ലാ. അല്ലാഹുവേ, അവർ ഹിദായത്താക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരുടെ ശരണപ്പെട്ട് നാടിനെ രക്ഷിക്കണേ അല്ലാ. ഉമ്മത്തിനെ രക്ഷിക്കണേ അല്ലാ. ഈ സമുദായത്തെ രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ബിദ്അകളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ കകറ്റണേ അല്ലാ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ഒന്നോടുകൂടെ വെള്ളിയാഴ്ച രാവിലെ പകല്ലോ പുണ്യമായ സ്ഥലത്ത് സമയത്ത് നിൽക്കുന്ന സാധീയങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين.